ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പശ്ചിമ ബംഗാളിൽ ഇത്തവണ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പശ്ചിമ ബംഗാളിൽ പോയിട്ട് പറഞ്ഞ ഡയലോഗ് ഇത്തരത്തിലായിരുന്നു: എന്റെ ഗുജറാത്തിൽ പോലും ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വമായിട്ടുള്ള ജനക്കൂട്ടമാണ് ഇവിടെ BJPക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മമതാ ബാനർജി അവിടെ വലിയ രീതിയിൽ വിറല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയി. SIR ഇത്തവണ വന്നു. പോരാത്തതിന് മമതാ ബാനർജി തോൽവിയുടെ എല്ലാ ലക്ഷണങ്ങളും ആ ഒരു കോൺഫിഡൻസ് ലെവലും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇവിടെയുള്ള സ്ത്രീകളുടെ സുരക്ഷ, ബലാത്സംഗ കേസുകളുടെ ഫയല് തുറക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ബംഗാളിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏതെന്ന് ചോദിച്ചാൽ, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഏതെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് വേണമെങ്കിൽ ബംഗാൾ എന്ന് പറയേണ്ടി വരും. കശ്മീരാണ്, എങ്കിലും അതിനുശേഷം ബംഗാൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ ബംഗാളിൽ ഹിന്ദുക്കൾ വലിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബലത്തോടു കൂടിയാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിഷയം? അവിടെ ഒരു വലിയ റെയ്ഡ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്താണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പില് ബംഗാൾ ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു ലക്ഷ്യം. ഇന്നലെ രസകരമായിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അത് അല്പം രസമാണ്, പക്ഷേ എങ്കിലും അതോട് പറയുമ്പോഴേ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാകും. അതിനകത്ത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, മമതാ ബാനർജി പറഞ്ഞു, ഞാൻ ബംഗാളിന്റെ പുത്രിയാണ്. കാരണം അവർ ഈ BJPക്കാരെ പൊതുവെ പറയുന്നത് വരുത്തന്മാരെന്നാണ്, പുറത്തുനിന്നുള്ള വരുത്തന്മാരെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ബംഗാളിന്റെ പുത്രിയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് അമിത്ഷാ ഒരു റാലിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ആചാരപ്രകാരം പുത്രിയെ വിവാഹം കഴിച്ച് ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് സാധാരണ ചടങ്ങ്. അത് ഇത്തവണ ഞങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞത്. മമതാ ബാനർജി വിവാഹം കഴിച്ചിട്ടില്ല, കുമാരിയാണ് ഇപ്പോഴും, കുമാരി മമതാ ബാനർജി. അപ്പൊ അന്നൊരു പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അവർ ഈ ഭരണം പിടിച്ചെടുക്കും എന്നുള്ളത്. ഇത് ഏത് വിധേനയും അവർ പിടിച്ചെടുക്കും. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 2021 BJPയും സംഘപരിവാറും അവിടുത്തെ മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം കൂടെ കേന്ദ്ര സർക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ രീതിയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. കാരണം ഇത് സ്വതന്ത്രമായി ആർക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുണ്ടകൾ ചെന്നിട്ട് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദു ഭവനങ്ങളെ അഗ്നിക്കിരയാക്കുക, ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ച് കൊല്ലുക, ഇവരെ ആക്രമിക്കുക, ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇലക്ഷന് പുറത്തിറങ്ങരുതെന്ന് പറയുക. ഇങ്ങനെ ഒരു ഗുണ്ടാരാജിൽ കൂടെയാണ് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു നോർമലി ഉള്ള ഒരു ഇലക്ഷനെ അല്ല നടക്കുന്നത്. ആ 2021 ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1.25 ലക്ഷം പേര് ഹിന്ദുക്കൾ ഈ ബംഗാളിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് അസാമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ആയതുകൊണ്ട് അവരെ അവിടെ കുടിയിരുത്തുന്നത് പെർമനന്റ് കുടിയിരുത്തുകയല്ല, ഈ പ്രശ്നങ്ങൾ തീരുന്നവരെ അവരെ അധിവസിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. അതൊരു വിഷയം. 40-ലേറെ ബലാത്സംഗങ്ങളാണ് നടന്നിരിക്കുന്നത്. അതായത് ചെറിയ ബലാത്സംഗമല്ല ധനുഷ നടക്കുന്നത്. ഈ ഒരു പെൺകുട്ടി 2 പെൺകുട്ടിയല്ല പീഡിപ്പിക്കുന്നത്. ഹിന്ദു സ്ത്രീകളെ നന്ദേകാലിലടക്കം ക്യൂ ആയിട്ട് നിർത്തിക്കൊണ്ട് വർഷങ്ങളോളം TMCയുടെ ഈ പാർട്ടി പ്രവർത്തകർ പീഡിപ്പിക്കുകയാണ്. ഈ ഓഫീസ് റൂമിലോട്ട് കയറ്റും, അതിൽ പീഡിപ്പിച്ചിട്ട് ഇറക്കി വിടും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതായത് ഹിന്ദുക്കളെ വലിയ രീതിയിൽ തന്നെ വംശഹത്യ നടത്തുകയും ഒപ്പം തന്നെ, കാരണം അവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച് തിരിച്ചടിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. കാരണം ബംഗാൾ എപ്പോഴും ഒരു ഗുണ്ടാരാജിന്റെ നാടാണ്. അവിടെ 1977 മുതൽ ഭരിച്ച CPM ആണ് ഈ ഗുണ്ടാരാജിന് തുടക്കം കുറിച്ചത്. 35 കൊല്ലം ഭരിച്ചു. 2011 അവരുടെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലേക്ക് അവർ മാറിയത്. അവരെങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് മമതാ ബാനർജി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPMന് പിന്തുണച്ചിരുന്ന എല്ലാ ഗുണ്ടകളെയും കൂടെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ ഗുണ്ടകളെ വെച്ച് CPMകാരെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. അവർക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചു, കുഴിച്ചു മൂടി അവരെ. ഇന്ന് പേരിന് പോലും അവിടെ 35 വർഷം ഭരിച്ചൊരു പാർട്ടിക്ക് പേരിന് പോലും നിയമസഭയിൽ ഒരു MLA ഇല്ല. അവിടെ ജ്യോതി ബാസുവിന്റെ ജന്മദിനം ആഘോഷിച്ചത് നിയമസഭയ്ക്കുള്ളിൽ BJPക്കാരായിരുന്നു. അവരാണ് അന്നത്തെ ആ ഒരു ദിനം ആഘോഷിച്ചത്. അതിന് CPM നന്ദി പറയുകയും ചെയ്തിരുന്നു. അപ്പോ ഇങ്ങനെ പോകുന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇത്തവണ അതിന്റെ ഒരു കാറ്റ് മാറി. നമ്മൾ മുൻപ് ഈ ചർച്ചയിൽ തന്നെ ബംഗാളിന്റെ വിഷയം ഇപ്പൊ നമ്മൾ 4ാമത്തെ 5ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് നമ്മൾ വാർത്ത ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഗുണ്ടകൾ എല്ലാവരും BJP പക്ഷത്തേക്ക് ചായുന്നു എന്നുള്ളത്. ഈ ഗുണ്ടകൾ എങ്ങോട്ട് ചായുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ അടിത്തട്ട് ഇളകുന്നത്. ഈ അടുത്ത സമയത്ത് ഈ BJPക്ക് വോട്ട് കൂടുതൽ കിട്ടുന്ന മേഖലയിലെല്ലാം ചെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്, അവരെല്ലാം ചെയ്ത് ഭീഷണിപ്പെടുന്ന വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അവർ പറയുന്നത് വോട്ട് ചെയ്യാൻ പുറത്തിറങ്ങരുത്, അവരുടെ പ്രചരണത്തിന് പുറത്തിറങ്ങരുത്, അവരുടെ MLAമാർ വന്നാൽ നിങ്ങൾ അവരുടെ ഈ സ്ഥാനാർത്ഥികൾ വന്നാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ, ഇല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നത് പോലെയാണ് 8 ജഡ്ജിമാരെ തടഞ്ഞു വെച്ചുകൊണ്ട് ബംഗാളിൽ ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു SIRമായി ബന്ധപ്പെട്ട്. ഇതോടുകൂടി സുപ്രീം കോടതിക്ക് പ്രാന്തലായി. സുപ്രീം കോടതി പറഞ്ഞു,
അവിടെ പട്ടാളത്തെ വിടണം. പട്ടാളത്തെ വിട്ട് SIR നടപ്പാക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കൃത്യമായി തന്നെ അവിടെ നടത്തണം. ഇതൊരു നല്ല അവസരമായി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. കാരണം വലിയ രീതിയിൽ തന്നെ സൈന്യത്തെയും CRPFനെയും അവിടെ ഇറക്കുകയും ഇതുപോലുള്ള ഗുണ്ടകൾ താമസിക്കുന്ന ഏരിയകളും അനധികൃതമായി താമസിക്കുന്ന കോളനികളിലും നിരന്തരം റെയ്ഡും വലിയ രീതിയിലുള്ള അറ്റാക്കുകളുമായി നടത്താൻ തുടങ്ങിയപ്പോഴേക്കും ഒതുങ്ങിപ്പോയി. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ഹിന്ദുക്കൾ, ആ ബംഗാളിലുള്ള ഹിന്ദുക്കൾക്ക് ഒരു പുതു ഊർജം, ഒരു പുതു ധൈര്യം അവിടെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് കാണുന്ന കാഴ്ച, ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചൂലുമായിട്ട് സ്ത്രീകൾ ഇവരെ തല്ലി ഓടിക്കുന്ന അനവധി വീഡിയോസ് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം ധൈര്യം അവർക്ക് കിട്ടി. കാരണം ഈ സൈന്യം ഈ ഗുണ്ട സംഘങ്ങളുടെ ഇടയിലേക്ക്, അതായത് ഈ ഗുണ്ടകളുടെ കോളനിയിലേക്ക്, അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് സൈന്യം വലിയ രീതിയിലുള്ള റെയ്ഡും കാര്യങ്ങളും നടന്നപ്പോൾ ഈ കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള റോഹിംഗ്യ അടക്കമുള്ള ഒരു മുങ്ങി. അവരായിരുന്നു ഇതിന്റെ ഒരു മുൻ നിരയിൽ നിന്ന് അവർ മുങ്ങി. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത, കോൺഗ്രസിന്റെ MLA സ്ഥാനാർത്ഥി ഇപ്പൊ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജഡ്ജിമാരെ തടഞ്ഞ കേസ് NIA ഏറ്റെടുത്തിരുന്നു. അതിന്റെ പിന്നിൽ ഇപ്പം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു പാർട്ടിയുടെ നേതാവിനെയും, വേറൊരു പാർട്ടി എന്ന് പറയുമ്പോൾ ചെറിയ പാർട്ടി SSK എന്നോ അങ്ങനത്തെ ഒരു പാർട്ടിയാണത്. മറ്റൊന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ തൂത്തുവാരിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നെ ഇവരൊക്കെ ഈ സൈന്യവും പോലീസൊന്നും വരില്ല എന്ന് കരുതിയിട്ട് അഹങ്കരിച്ചിരുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയയിലെല്ലാം CRPF കയറി നിരങ്ങാൻ തുടങ്ങി. അപ്പോഴേക്ക് എന്ത് പറ്റി? സ്വാഭാവികമായി ജനങ്ങൾക്ക് ധൈര്യം തിരിച്ചു കിട്ടി. മമതാ ബാനർജിയോട് നേരിടാണ്. 90 ലക്ഷം വോട്ടാണ് ഇപ്പോൾ അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അവരുടെ ഈ ടോട്ടൽ വോട്ടിൽ നിന്ന്. ഇതെല്ലാം കുടിയേറിയവരുടെ വോട്ടുകളാണ്. അത് കുറെ ഹിന്ദുക്കളുടെ വോട്ടുകളുമുണ്ട്. ഹിന്ദുക്കളെല്ലാം BJPക്കാരല്ല. മമതാ ബാനർജിയുടെ കീഴിലുള്ള തെക്കൻ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് വിഭജന കാലത്തേക്ക് കുടിയേറി അവിടുന്ന് വന്ന 2 ടൈപ്പ് ഹിന്ദുക്കളുണ്ട്. അതിലെ മടുക എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം മമതാ ബാനർജിയുടെ കൂടെയാണ് എല്ലാ കാലവും നിൽക്കുന്നത്. അപ്പൊ BJP എല്ലാ കാലവും പറഞ്ഞു നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് പറയും. പക്ഷെ അവർ സമ്മതിക്കത്തില്ല, അവർക്ക് അത് വേണ്ടാന്ന് പറയും. മറ്റൊരു വിഭാഗത്തിന് അത് 40 ലക്ഷം പേരെ കണ്ടുണ്ട്. ആ വിഭാഗത്തിന് അത് കൊടുത്തു, പൗരത്വം കൊടുത്തു, ഇന്ത്യൻ പൗരത്വം കൊടുത്തു. മറ്റവർക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതിരിക്കുന്നത് കാരണം മമതാ ബാനർജി ഇതുങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. തെക്കൻ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി തട്ടകമാണ്. ആ തട്ടകത്തിലുള്ള ബഹുഭൂരിപക്ഷം പേരാണ് ഇപ്പോൾ SIR അതോ പുറത്തും പോയിരിക്കുന്നത് എന്ന് മമതാ ബാനർജി പറയുന്നു. പക്ഷെ റോഹിംഗ്യ അടക്കമുള്ളവരാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ അവിടുത്തെ ഒരു വലിയ സമൂഹം ഈ മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നാളെ വരെ വികസനം എത്താത്തൊരു സ്ഥലം, വലിയ ഹിന്ദു വംശഹത്യ നടക്കുന്ന ഒരു സ്ഥലം, അതായത് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിന് സമാനമാണ് ഇവിടെ. ഹിന്ദുക്കൾക്ക് പ്രതിഷേധിക്കാൻ പോലുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞത്, കാരണം ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. 2021 മുതൽ BJP അവിടെ രാമനവമി റാലികൾ, ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു രാമനവമി റാലിയൊക്കെ നടത്തുന്നത്. അതൊക്കെ നിരന്തരം നടത്തി ജയ് ശ്രീരാം വിളി തന്നെ മമതയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. വീഡിയോകളൊക്കെ നമുക്ക് കാണാം. മമത നടന്നു പോകുമ്പോൾ BJPക്കാർ വഴിയിൽ നിന്ന് ജയ് ശ്രീരാം വിളിക്കുന്നു, മമത ഇത് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ BJP നടത്തുന്ന ഒരു വമ്പൻ ഓപ്പറേഷൻ. കേന്ദ്ര സർക്കാരിന്റെ, കാരണം സൈന്യം അവിടെ ഇറങ്ങേണ്ടത് ഒരു അനിവാര്യമായ ഘടകമായിരുന്നു. കാരണം ഈ അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന ഒരു 6 ജില്ലകളിൽ ഈ കുടിയേറ്റക്കാരാണ് അവിടെ ബഹുഭൂരിപക്ഷം. ഇവന്മാരാണ് ഈ ഗുണ്ടായിസം മുഴുവൻ കാണിക്കുന്നത്. അത് CPM അധികാരത്തിൽ നിന്ന് ഇവന്മാരുടെ സഖാക്കളായിട്ട് വേഷം മാറും. ഇവിടുത്തെ സുഡാപ്പികളുടെ അതേ സ്വഭാവം തന്നെ. അത് പറഞ്ഞപ്പോഴാണ് സുഡാപ്പികൾ അവിടെ മത്സരിക്കുന്നുണ്ട് കേട്ടോ. CPM സുഡാപ്പികളൊക്കെ ഒരു പാനലിലാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സുഡാപ്പികളുടെ ലൈൻ, കോൺഗ്രസ് വന്നാലും അവർ അവരുടെ കൂടെ, CPM വന്നാലും അവരുടെ കൂടെ, ആ ലൈനിലാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പൊ അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ബംഗാൾ വീഴുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും. കാരണം വങ്കനാടാണെന്നാണ് പറയുന്നത്. ആ വങ്കനാടിൽ BJPക്ക് സ്ഥാനമില്ല. അവിടെ ഒരിക്കലും BJP വരില്ല എന്നാണ് ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പണ്ട് തൊട്ടേ പറയുന്ന കാര്യം. പക്ഷെ അവിടെ ഇപ്പോൾ ഭരണത്തിൽ വരുന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ ഒരു വലിയ കരുത്ത് അവിടെ ചോർന്നു പോവുകയും ചെയ്യും. ഏതായാലും അതിനൊരു നിദാനമാകുന്നത് ഹിന്ദു ശക്തി തന്നെയാണ്. കാരണം ഒരുപാട് ബലിദാനികളുടെ മണ്ണാണത്, ഹിന്ദുവിന്റെ രക്തം വീണ മണ്ണാണത്. അപ്പോൾ അവർക്ക് അതിന്റെ ഒരു പ്രതികാരം ഈ ബാലറ്റിലൂടെ അവർ ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടുകൂടി, കാരണം ഇനി 8 ദിവസം കൂടെ ഉള്ള അവിടുത്തെ പ്രചരണം അവസാനിക്കാനായിട്ട്, അത് കഴിഞ്ഞ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.